ലേറ്റ് ആയോ? ഇല്ല. ഗൗരിയോട് ഞാനൊരു കാര്യം പറഞ്ഞു വിട്ടിരുന്നു. അത് നടക്കില്ലല്ലേ? ഇല്ല. എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ വേണ്ടാന്ന് പറഞ്ഞത്? വീട്ടിൽ ആർക്കും അത് ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഗിരിക്ക്. നീലിനോ? എനിക്ക് അത് ശരിയാവില്ലെന്ന് വേദയ്ക്ക് തന്നെ അറിയാലോ. ഞാൻ ആ വീട്ടിൽ വന്ന നിങ്ങൾക്കിടയിൽ അതുകൊണ്ട് പല പ്രശ്നങ്ങളും ഉണ്ടാവുമെന്ന് പേടിയുണ്ടോ? ഞങ്ങൾക്കിടയിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അത് വേദയ്ക്ക് തോന്നുന്നതാ. എനിക്ക് ഒറ്റ കാര്യം മാത്രം അറിഞ്ഞാൽ മതി. എന്തായിരിക്കും എൻ്റെ ഭാവി? ഞാൻ ആലോചിച്ചിട്ട് ഇനി ഒരു കല്യാണം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നടന്നാലും ജീവിതം അത്ര സുഖമാവുമെന്നും തോന്നുന്നില്ല. എന്നെ വിശ്വസിക്കുന്ന ഒരാള് വന്നാൽ മാത്രമേ എനിക്ക് സമാധാനം കിട്ടൂ. അങ്ങനെ ഒരാള് വരണമെങ്കിൽ അതും എന്നെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ഒരാളായിരിക്കണം. അതാ ഞാൻ ഗിരിയെ സജസ്റ്റ് ചെയ്തത്. സജഷനൊക്കെ നല്ലതായിരുന്നു, പക്ഷേ ഗിരിക്ക് സമ്മതമാവണ്ടേ? നീല് നിർബന്ധിച്ച് പറഞ്ഞാൽ സമ്മതിക്കില്ലേ? ഇല്ല, ഞാൻ അങ്ങനെ ഒരിക്കലും നിർബന്ധിക്കില്ല. അപ്പോ എന്നെ സഹായിക്കാൻ തയ്യാറല്ലെന്ന് ചുരുക്കം. സഹായിക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ വേദ? നമ്മളെ കൊണ്ടാവുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു സംശയം ചോദിക്കട്ടെ. നിങ്ങൾ തമ്മിലുള്ള ഫോട്ടോസ് പയ്യന്റെ കയ്യിൽ കിട്ടിയതുകൊണ്ടാണല്ലോ വേദയുടെ കല്യാണം മുടങ്ങിയത്. നിങ്ങളുടെ രണ്ടുപേരുടെയും മാത്രം കയ്യിലുള്ള ആ ഫോട്ടോസ് എങ്ങനെയാ പയ്യന്റെ കൈ കിട്ടി? എനിക്കെങ്ങനെ അറിയാം? ഞാൻ ഏതായാലും അയച്ചു കൊടുക്കാൻ പോകുന്നില്ല എന്നറിയാലോ. പിന്നെ ഞാനാണോ അയച്ചു കൊടുത്തത്? എനിക്കറിയില്ല. മൊബൈലിൽ കിടക്കുന്ന സാധനമല്ലേ. നീലിന്റെ മൊബൈലിൽ നിന്ന് അത് വേറൊരാൾക്ക് വേണമെങ്കിൽ സെൻഡ് ചെയ്ത് കൊടുക്കാലോ. അതായത് എനിക്ക് വേണമെങ്കിലും അങ്ങനെ ചെയ്യാന്ന്. എന്നല്ലേ വേദയ്ക്ക് തെറ്റി? വേദയുടെ കല്യാണം നടന്നു കാണണമെന്ന് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാ. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. അപ്പൊ പിന്നെ ആരായിരിക്കും? അല്ലെങ്കിലും ആരാ ചെയ്തതെന്ന ചോദ്യത്തിന് ഇപ്പൊ വലിയ പ്രസക്തിയൊന്നും ഇല്ലല്ലോ. എന്റെ കല്യാണം മുടങ്ങി, അതല്ലേ പ്രധാനം. എനിക്ക് നിങ്ങൾ ആരെയും ഉപദ്രവിക്കണമെന്നില്ല. ആരെയെങ്കിലും കല്യാണം കഴിച്ച് സ്വസ്ഥമായിട്ട് ജീവിക്കണമെന്നേ ഉള്ളൂ. അതിന് ഞാൻ കണ്ടുപിടിച്ച വഴിയാ ഗിരി. ഗിരിക്ക് സമ്മതമല്ലെങ്കിൽ ഈ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ കഴിയേണ്ടി വരുമെന്നാ എനിക്ക് തോന്നുന്നത്. ഞാനൊരു പെണ്ണാ, എനിക്കുണ്ട് എന്റേതായിട്ടുള്ള മോഹങ്ങൾ. അത് നടന്നില്ലെങ്കിൽ ഇല്ല, അതിന്റെ പേരില് ഞാൻ ആരോടും വഴക്കിടാനൊന്നും പോകുന്നില്ല. പരാതിയും പറയില്ല. പ്രേമിച്ച് വഞ്ചിക്കപ്പെടുന്ന പെൺകുട്ടികൾക്ക് വരാനിരിക്കുന്ന ദുരന്തമായിട്ട്, അതിന്റെ ഉദാഹരണമായിട്ട് ഞാൻ ജീവിക്കും. നീലിനും സ്വാതിക്കും മനസാക്ഷി ഇതുവരെ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാ ഞാൻ മനസ്സിലാക്കിയത്. എന്റെ പ്രയാസം, ശരിക്കു പറഞ്ഞ ഗതികേട്, അത് മനസ്സിലാവുമെന്ന് തന്നെയാ പ്രതീക്ഷിക്കുന്നത്. ആലോചിക്ക്, എന്നെ രക്ഷിക്കാൻ വഴി എന്താണെന്ന് ചിന്തിക്ക്. നിങ്ങൾക്ക് മാത്രമേ ഇനി എന്നെ രക്ഷിക്കാൻ പറ്റൂ.